ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഇവിടെ ഒരു കേക്ക് കട്ടിംഗ് ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്പോഞ്ച് ലെയറായി കട്ട് ചെയ്യാൻ എല്ലാവരുടെ അടുത്തും കേക്ക് കട്ടിംഗ് നൈഫ് ഉണ്ടാവണമെന്നില്ല. കേക്ക് കട്ടിംഗ് നൈഫ് ഇല്ലാതെ ത്രെഡ് വെച്ചെങ്ങനെ ഈസിയായി സ്പോഞ്ചിനെ ലെയറുകളായി കട്ട് ചെയ്യാം എന്നതിനെ പറ്റിയുള്ളതാണ് ഈ വീഡിയോ. ഇതൊരു ബേസിക് വാനില സ്പോഞ്ചാണ്. ഈ സ്പോഞ്ചിൻ്റെ എല്ലാ സൈഡും കട്ട് ചെയ്ത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചതാണ്. ബേസിക് വാനില സ്പോഞ്ച് എങ്ങനെ പെർഫെക്റ്റായി ഉണ്ടാക്കാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഇത് ലെയറായി എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനായി സ്പോഞ്ചിൻ്റെ സർക്കിളിനേക്കാൾ വലുപ്പത്തിൽ വീഡിയോയിൽ കാണുന്ന പോലെ നൂലെടുക്കുക. പൊട്ടിപ്പോകാതിരിക്കാൻ ഡബിൾ ആയിട്ട് വേണം നൂലെടുക്കാൻ. അതിനുശേഷം ഒരു കത്തിയെടുത്ത് ലെയറായി കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വീഡിയോയിൽ കാണുന്ന പോലെ സ്പോഞ്ചിന് ചുറ്റും മാർക്ക് ചെയ്യുക. എന്നിട്ട് നൂലെടുത്ത് മാർക്ക് ചെയ്ത ഗ്യാപ്പിൽ ഇറക്കി വെക്കുക. നൂല് ഇറക്കി വെച്ചതിനു ശേഷം ക്രോസ് ആയി പിടിച്ച് വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് സൈഡിലേക്കും വലിക്കുക. നൂല് മുഴുവൻ സ്ട്രെച്ച് ആയതിനു ശേഷം സ്പോഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് നൂലെടുത്ത് മാറ്റുക. വളരെ എളുപ്പത്തിൽ നമ്മൾ സ്പോഞ്ചിൻ്റെ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്ത് കഴിഞ്ഞു. വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും, കേക്ക് കട്ടിംഗ് നൈഫ് ഇല്ലാഞ്ഞിട്ട് പോലും കറക്റ്റ് ലെവലായിട്ടാണ് നമുക്ക് സ്പോഞ്ചിൻ്റെ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഇതേപോലെ അടുത്ത ലെയറും കട്ട് ചെയ്തെടുക്കുക. വളരെ ഈസി ആയിട്ടാണ് നമ്മളിവിടെ സ്പോഞ്ചിനെ ലെയറുകളായി കട്ട് ചെയ്തിരിക്കുന്നത്. നൂലുകൊണ്ട് സ്പോഞ്ചിനെ ലെയറായി കട്ട് ചെയ്യാനുള്ള ഈ ടിപ്പ് ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.